എല്ലാവർക്കും നമസ്കാരം. ഫുഡി സുരേഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കേരളത്തിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാനൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഇനോഗ്രേഷന് പോണത് കേട്ടോ. കേരളത്തിൽ വന്നിട്ട് 2 മാസമായി വീഡിയോ ചെയ്യണമെങ്കിലും ഇതുവരെ എനിക്കൊരു ഇനോഗ്രേഷന് വേണ്ടിയിട്ടുള്ള ഇൻവിറ്റേഷനോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ആദ്യമായിട്ട് ഷെരീഫ് ഭായ് ബിരിയാണി ഇവരുടെ റെസ്റ്റോറൻറ്റ് പാലക്കാട് വന്നപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവരെനിക്ക് ഇനോഗ്രേഷൻ ഇൻവിറ്റേഷൻ തന്നത്. എന്താണ് ഷെരീഫ് ഭായ് ബിരിയാണി എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു സ്പെഷ്യൽ ഡാഗിനി ബിരിയാണി ഉണ്ട്. ഒരു കിടിൽ നൈറ്റ് കേട്ടോ. ഒരു വട്ടം ഞാൻ ദുബായിൽ നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ വന്നിട്ട് ഇതുവരെ കഴിച്ച് നോക്കിയില്ല. ദുബായിൽ നിന്ന് കഴിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഐറ്റം തന്നെയായിരുന്നു കേട്ടോ. കാരണം സംഭവം കൊള്ളായിരുന്നു. മാത്രമല്ല നമ്മുടെ CID മൂസിലൊക്കെ വില്ലനായിട്ട് അഭിനയിച്ച ആഷിഖ് വിദ്യാർത്ഥി ഉണ്ടല്ലോ, ആളുടെ ഇഷ്ടപ്പെട്ടൊരു ഫേവറേറ്റ് ഫുഡ് സ്പോട്ട് കൂടിയാണ്. റെസ്റ്റോറൻറ്റ് ഇനോഗ്രേഷൻ എത്തിയത് നമ്മുടെ ബഹുമാനപ്പെട്ട MP ശ്രീകണ്ഠൻ സാറായിരുന്നു. പ്രത്യേകം തന്നെ സാറിന് കൈ കൊടുക്കാനും അതുപോലെ സെൽഫി എടുക്കാനൊക്കെ ഉള്ള ആൾക്കാരൊക്കെ വളർന്നേരാണ്. കുറച്ച് ക്ലിപ്പുകൾ നമുക്ക് കിട്ടിയിട്ടില്ല, കാരണം അവിടുത്തെ തിരക്ക് കാരണം. അങ്ങനെ സാറ് വന്നു. സാറ് അവിടെ ആൾക്കാരോടൊക്കെ എന്തൊക്കെ സംസാരിക്കുന്നുണ്ട്. സാറ് സമയം നോക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് അവരുടെ സിസറും കാര്യങ്ങളൊക്കെ മേടിച്ച് കട്ടിങ്ങിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ അവരോട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ പാത്രം, അതായത് ആ തളികയിൽ നിന്ന് സാറ് സിസർ എടുക്കുന്നുണ്ട്. സിസർ എടുത്തതിന് ശേഷം സാറ് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, കട്ടിങ്ങിനെ കുറിച്ചായിരിക്കാം. അങ്ങനെ കട്ടിങ് സെറമണിലോട്ട് കിടക്കാനുണ്ട്. അപ്പോൾ കട്ടിങ് സെറമണിൻ്റെ സമയത്ത് ഞാൻ ഇപ്പുറത്തെ സൈഡിലാണ്. നമ്മൾ കുറേ ബ്ലോഗേഴ്സും അതുപോലെ വീഡിയോഗ്രാഫേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ കട്ടിങ് കാര്യങ്ങൾ കഴിഞ്ഞ് സാറ് റെസ്റ്റോറൻറ്റ് അകത്തോട്ട് കയറുകയാണ്. അകത്താണെങ്കിലും പുള്ളിയുടെ ആരാധകരും അവരെ പുള്ളിയെ കാണാൻ വന്നവരൊക്കെ പുള്ളിയെ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരോട് എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്ന സാറും അവരോട് ഭയങ്കര സ്നേഹത്തോടെ ഇങ്ങനെ സംസാരിക്കണത്. കൂടാതെ അവരുടെ ഒരു റോസ് സർബത്ത് ഉണ്ടായിരുന്നു, അത് സാറ് മേടിച്ച് കുടിക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. ഈ ഷെരീഫ് ഭായ് ബിരിയാണിൻ്റെ ഒരു കിടിലൻ ഐറ്റം തന്നെയായിരുന്നു കേട്ടോ അവരുടെ ഈ റോസ് സർബത്ത്. കാരണം അത് കുടിച്ചവർക്ക് അറിയാം, ഒരു അടിപൊളി ടേസ്റ്റുള്ള സംഭവം തന്നെയാണ്, ഒരു ഡ്രിങ്ക് തന്നെയാണ്. ഇവിടെ പോയി കഴിഞ്ഞാൽ അത് കിട്ടും. അപ്പോൾ അത് കുടിക്കാൻ ഒരിക്കലും മറക്കരുത്. അങ്ങനെ ഇനോഗ്രേഷൻ സെറമണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സാറ് തിരിച്ചു പോയി. അതിനുശേഷം നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് അടിയാണ്. അപ്പോൾ ഫുഡ് അടിക്ക് ഷെരീഫ് ഭായിയുടെ മസ്റ്റ് ഐറ്റംസ് തന്നെ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയത് അവരുടെ കിടിലൻ മട്ടൻ ബിരിയാണി. മല ഈ ഐറ്റത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ സംഭവം രണ്ടാറ് സാധനം കേട്ടോ. നല്ല പച്ചക്കുരു മുളകിൻ്റെ ടേസ്റ്റ് കിട്ടുന്നൊരു കിടിലൻ ഐറ്റം. പിന്നെ ഒരു നോർമൽ ഗ്രേവി, പക്ഷെ മട്ടൻ ബിരിയാണി ഇതൊരു സംഭവം തന്നെയായിരുന്നു കേട്ടോ. ഞാനിവിടെ ചിക്കൻ കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ചിക്കനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ മട്ടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവർ ആ ബിരിയാണി റൈസിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു ബിരിയാണി റൈസിൻ്റെ ടേസ്റ്റല്ല. അവരുടെ സ്പൈസി ഒരു അങ്ങനത്തെ എന്തൊരു ടേസ്റ്റാണ്, നമുക്ക് പെട്ടെന്ന് കിട്ടിയിട്ടില്ല. പക്ഷേ ആ ടേസ്റ്റ് ആ റൈസ് കഴിക്കാൻ അടിപൊളിയാണ്. അതുപോലെ തന്നെ മട്ടനൊക്കെ നല്ല കിട്ടിയില്ല, സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല രീതിക്ക് എല്ലാം കൂടി മിക്സ് ചെയ്ത് കുഴച്ച് അതെടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റ് തന്നെയാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരു ഐറ്റം തന്നെയായിരുന്നു കേട്ടോ അവരുടെ ഈ മട്ടൻ ബിരിയാണി. ഞാനിനി എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ഷെരീഫ് ഭായ് ബിരിയാണി സ്പോട്ടിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓർഡർ ചെയ്യും മട്ടൻ ബിരിയാണി ആയിരിക്കും. കാരണം ചിക്കനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മട്ടൻ ബിരിയാണി ആയതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു ഇതൊരു കിടിലൻ സാധനമെന്ന് പറഞ്ഞിട്ട് തന്നാണ്ട് ഈ ഒരു ഐറ്റം. സത്യം പറഞ്ഞാൽ അതിൻ്റെ പേര് മറന്നുപോയി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഷെരീഫ് ഭായ് ബിരിയാണി സ്പോട്ടിലെ ഫുഡ് വിശേഷങ്ങൾ ഇനിയും വരും. നമ്മളെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനൊക്കെ ഓണാക്കി വയ്ക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതായിരിക്കും.